ടു കൊമേഴ്സ് ഫാമിലി. അപ്പോൾ നമ്മുടെ ഓണം എക്സാം ഇങ്ങനെ എത്തിയല്ലേ. നിങ്ങൾ എല്ലാവർക്കും ഓണം എക്സാം ഉണ്ടോ, ഓണം എക്സാം ഇല്ലേ, എന്നാണ് ഓണം എക്സാമിന്റെ അപ്ഡേറ്റ്സ് എന്ന ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരിക്കും മിക്ക ആൾക്കാരും. നമുക്ക് എന്താണ് ഓണം എക്സാം ഉണ്ട്. ഓഗസ്റ്റ് 20-നാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ എന്താണ് ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിട്ടില്ല, പക്ഷെ വൈകാതെ നമ്മുടെ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓഗസ്റ്റ് 20 എന്ന് പറയുമ്പോൾ അധികം സമയമില്ല അല്ലേ. അപ്പൊ പഠിക്കേണ്ട സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. നന്നായിട്ട് പഠിക്കാൻ തുടങ്ങേണ്ട ഒരു സമയമായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിൽ ഓണം എക്സാമിന്, ഫസ്റ്റ് ടേം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്, ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഫസ്റ്റ് ടേം എക്സാമിന്, അതായത് നിങ്ങളുടെ ഓണം എക്സാമിന് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് ആണ് ചോദിക്കുന്നത്. ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്? നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, ബിസിനസ് എൻവയൺമെന്റ്, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് എന്ന 5 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ 5 ചാപ്റ്റേഴ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ 5 ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ടേമിന് മാത്രമല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, സെക്കൻഡ് ടേമിലും അതുപോലെ തന്നെ ഫൈനൽ എക്സാമിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എസ് എ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം എക്സാമിനും ഫൈനൽ എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളത്. അതുപോലെ തന്നെ ഓർഗനൈസിങ് എന്ന ചാപ്റ്ററിന് നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കാനുള്ളത് ഈ ഒരു നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എപ്പോഴും എന്താണ് എസ് എ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ 5 മാർക്കിനും 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കൂടുതൽ ചോദിച്ച് കാണുന്ന ഒരു ചാപ്റ്റർ ആണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് പ്ലാനിങ് എന്ന ചാപ്റ്ററിനും പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കമ്പാരിറ്റീവ്ലി ഈ 5 ചാപ്റ്റേഴ്സിൽ കുറച്ച് എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ലാത്ത, അതായത് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് മറ്റ് ചാപ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുന്ന നോക്കുന്ന സമയത്ത് അത്രത്തോളം ഇമ്പോർട്ടൻസ് കുറച്ച് കൊടുത്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ബിസിനസ് എൻവയൺമെന്റ്. ബാക്കി 4 ചാപ്റ്ററും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൽ മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫൈനൽ എക്സാമിനും ഇവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് നിന്നും ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്നും, അതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസും MCQ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോസും കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ്. ബൈ.